ഹലോ നമസ്കാരം, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സിനിമാ പ്രേമികൾക്ക് മുന്നിൽ ഒരു നല്ല അമ്മയും മകനും എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്താണ്, അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഉമ്മാൻ്റെ പേര് പറയുന്നു എന്ന ഈ പ്രോഗ്രാമിലൂടെ ഏവർക്കും സ്വാഗതം. ഏതായാലും നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അമ്മയെ തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു തേടി കണ്ടെത്തിയ അമ്മ അല്ലെങ്കിൽ ഉമ്മ? ഉമ്മ എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പറയണം അല്ലേ? ഏതായാലും ഉമ്മ എങ്ങനെയുണ്ട് കണ്ടുപിടിച്ചത്? അത് ബേസിക്കലി ഈ സിനിമ ഒരു നന്മയുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് എനിക്കിതിലെ പല ഹ്യൂമറുകളും ഭയങ്കര ഫ്രഷായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഈ മരണത്തിനെ പറ്റി പറയുന്നത് തന്നെ, മരണം സാധാരണയായിട്ട് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് സിനിമയിൽ മറ്റേ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും ഇതില് മരണം രണ്ട് ഹ്യൂമർ സീനുണ്ട്. അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി കിട്ടിയ രണ്ട് ഹ്യൂമർ. അത് വേറൊരു അപ്രോച്ചാണ് ഡയറക്ടർ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. തേടി കണ്ടുപിടിച്ചപ്പോൾ ഉമ്മ എങ്ങനെ തോന്നി? ഉമ്മയുടെ പേരെന്തായിരുന്നു? എൻ്റെ ഉമ്മാന്റെ പേര് ഐഷുമ്മ. ഐഷുമ്മ. അത് ഉർവശി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്താ പറയാ, വേറെ ആര് ഈ ക്യാരക്ടർ ചെയ്യും എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. സകുടുംബം ശ്യാമളയിലും ഒക്കെ വേറൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു അമ്മയാണ്. ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഉർവശി ചേച്ചിയുടെ ഈ ഒരു ക്യാരക്ടർ വരുന്നത്. അച്ഛൻ്റെ അമ്മയിലാണെങ്കിൽ ഭയങ്കര പാവമായിട്ടുള്ള ഒരു അമ്മ, മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഇതിൽ ആ അമ്മ എങ്ങനെയുണ്ട്? ഇതിലെ അമ്മ ഒരു എന്താ പറയാ, ഏകദേശം മകനോളം തന്നെ അല്ലെങ്കിൽ മകനേക്കാൾ താഴെ പക്വതയുള്ള ഒരു അമ്മയായിട്ടാണ്. പക്ഷെ അത് ഈ സിനിമയെ ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ടിൻ്റെ കഥയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ്. ഒരു എൻറ്റയർ ക്രൂവിൻ്റെ ആ ഒരു സപ്പോർട്ടും അവരുടെ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമുക്കൊന്ന് ചോദിക്കണം. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഒരു നവാഗതനായ സംവിധായകനാണ് ജോസ് സെബാസ്റ്റ്യൻ. അപ്പോൾ അതുപോലെ തന്നെ നിരവധി ചിത്രങ്ങളൊക്കെ അസോസിയേറ്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു നവാഗത സംവിധായകനായിട്ട് ഇവിടെ എത്തുന്നു. ടൊമിനോയുടെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലീഡിങ് ആക്ട്രസ് ആയിട്ടുള്ള ഉർവശി ചേച്ചിയുടെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിലും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഔട്ട് ഓഫ് 10 മകൻ എത്ര? ഔട്ട് ഓഫ് 10 അമ്മയ്ക്ക് എത്ര? അങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ഇതല്ല ശരിക്കും ആർട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി രണ്ടുപേരും ഒരു എന്താ പറയുക, ഒരു കുറെ കുസൃതി തരങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. എങ്കിൽ അതിന് നമുക്ക് മാർക്കറ്റേക്കാം. കുസൃതി തരങ്ങൾക്ക് മാർക്കറ്റ് കഴിഞ്ഞത് ഇവര് കട്ടക്കെട്ടൊക്കെ നിൽക്കും. അതിൻ്റെ അകത്തൊന്നും യാതൊരുമില്ല. അതിനകത്ത് ഒരേ ഇത് തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വർക്ക് ചെയ്ത ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ സിനിമയുടെ കഥ പറയുന്നത്, ഈ സിനിമ തുടങ്ങുന്നതിനിടയിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1-2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനിടയിൽ ഞാൻ പല പ്രാവശ്യം ടൊവിനോ കാണുകയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉർവശിയെ കാണുകയും എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചേഞ്ചസ് അപ്ഡേഷൻസ് വരുമ്പോൾ അത് അറിയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് അതിനുള്ള. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒട്ടും ഒരു എന്താ പറയുക, പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. വളരെ ക്ലോസ് ആയിട്ട് ഞാൻ വളരെ അടുത്തറിയുന്ന 2 ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ശരത്ത് വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അതുപോലെ ജോസ് വന്നിട്ട് സംവിധായകൻ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനും ജോസും കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല. സത്യത്തിൽ ഞങ്ങൾ ചേട്ടനും അനിയനും പോലെ തന്നെയാണ്. എൻ്റെ ചേട്ടനാണ്, പ്രായത്തിൽ എളുപ്പേ തോന്നുമെങ്കിലും എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം സത്യത്തിൽ ഈ തിരക്കഥ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അധികം തർക്കങ്ങൾ ഉണ്ടാവാറില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഗ്രാജുലേറ്റ്. ഒരു സിനിമയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഒരു വളരെ സുന്ദരിയായ ഒരു കുട്ടിയോട് ഒന്നും ചോദിക്കാതെ അങ്ങനെ മാറ്റിയിരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾക്ക് ഒരു നമ്മുടെ വളരെ മനോഹരമായ കണ്ണുകളുള്ള, നല്ല മനോഹരമായി ചിരിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ എന്തായിരുന്നു? വളരെ എക്സൈറ്റഡ് ആയിരുന്നോ? ഈ ഒരു മലയാളമാണ്, അതും തലശ്ശേരി മലയാളമാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ട് എങ്ങനെ അത് പഠിച്ചെടുത്തു? முதல்ல ക്ഷമിക്കണം, എനിക്ക് മലയാളം കുറച്ചുதான் അറിയും. படிச்சுக்கிட்டு தமிழில் பேசுகிறேன். ஓகே. பார்த்தீங்கன்னா லைக் ஃபர்ஸ்ட் டைம் ஐம் ஒர்க்கிங் வித் டொவினோ இஸ் வெரி கிரேட் எக்ஸ்பீரியன்ஸாக இருந்துச்சு. ஏன்னா இஸ் ஸோ ஹம்பிள் பர்சன். நிறைய ஹெல்ப் பண்ணாங்க ஷூட்டில். லைக் ஃபர்ஸ்ட் டேவே ஹி ஹெல்ப் மீ லாட். ஆக்சுவலி ஒரு கம்ஃபர்டபுளாக இருக்கணும்னு சொல்லிட்டு ப்ராக்டிஸ் பண்ணாங்க. இவங்க என் கூட ப்ராக்டிஸ் பண்ணால் ஐ ஃபீல் வெரி ப்ரவுட் அண்ட் ஐ நோ இஸ் ஸோ டவுன் டு ஹெர்த்.
அண்ட் தென் பார்த்தீங்கன்னா லைக் ரொம்ப ஹாப்பியாக இருக்குது. லைக் டிஃப்ரெண்ட் லாங்குவேஜ். ஃபஸ்ட்டே நான் டைலாக்ஸ் வாங்கி ஸ்டார்டட் ரீடிங் தட் டைலாக், படிக்க ஆரம்பிச்சு அப்புறமா ப்ராம்ப்டிங் இல்லாமல் பண்ணேன். പ്രോംപ്റ്റിംഗ് ഇല്ല. ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അതുപോലെ തന്നെ ഒരു കുറേ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് തമിഴ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ശിവലിംഗ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? கல்ச்சர் பார்த்தீங்கன்னா சவுத் இந்தியா ஒரு மாதிரி ஒரே டைப் தான் இருக்குது. பட் லாங்குவேஜ் தான் டிஃப்ரெண்ட்டாக எனக்கு தெரியுது. பட் பீப்புள் ஆர் ஸோ லவபிள். நான் வேறு ஸ்டேட்லேருந்து வரேன்னு சொல்கிறதுனாலையா என்னதில்ல அவ்வளோ லைக் வீட்டில் ஒரு பேபி மாதிரி பார்த்துக்கிட்டாங்க எல்லாருமே. லைக் ஹோல் க்ரூ சொல்கிறேன், ப்ரொடக்ஷன் சைடாக இருக்கட்டும், யாரும் இருக்கட்டும், எல்லாருமே லைக் ஒரு பேபி மாதிரி தான் ட்ரீட் பண்ணாங்க. ടൊവിനോ എന്ന നടനെ എപ്പോഴും വ്യത്യസ്തനാക്കുന്നത് വ്യത്യസ്തമായ കുറേയധികം കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിലും അത്തരത്തിലൊരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മലബാറി ബോയ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ? ഒരു മലബാർ ബോയ് ആയിട്ടുള്ള ക്യാരക്ടർ ഫസ്റ്റ് ടൈം. മലബാർ ഭാഗത്തുള്ള പിന്നെ ഒരു സിനിമ ചെയ്തത് എന്ന് എൻ്റെ മൊയ്തീനായിരുന്നു. അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇതിൽ വരുന്നത്. ആ ഒരു സ്ലാങ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നത് ഇതിലായിരിക്കും അല്ലേ? സ്ലാങ് പക്ഷെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ആ സ്ലാങ്ങിന് എംഫസൈസ് കൊടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹമീദ് BA മലയാളംകാരനാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ആ സ്ലാങ്ങിൽ നിന്നും കുറച്ച് മാറിയായിരിക്കും സംസാരിക്കുക. അത് മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ആ സ്ലാങ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയുള്ള മറ്റ് ആളുകൾക്ക് അത് മനസ്സിലാവുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ. കാര്യം നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചില വേർഡ്സ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ എന്താ പറയുക എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആസ്വാദനത്തിന് ഭംഗം വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലെ ഡയലോഗ്സും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഇതിനെ കൂടുതൽ എംഫസൈസ് കൊടുത്തില്ല, സത്യം കൊടുത്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് മേരാ ഉമ്മ കഹാം ഹേ ചേട്ടാ എന്നുള്ള ഒരു സെൻറ്റൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു ആ ഒരു കോട്ടിലൂടെ ലക്നൗ വരെ എത്തേണ്ടി വന്നോ? അത് ലക്നൗവിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സീനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മരണത്തിന് വരെ ഹ്യൂമറായിട്ട് കാണുന്ന സീനുകളിലൊന്നാണ്. അതും 2 പേരാണ് ഗസ്സായിട്ടുള്ളത്. അതിൽ 2 ആരെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു കഥ പോകുന്നത് അല്ലേ? ഈ ഒരു മൂവി എന്ന് പറയുന്നത് എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൊവിനോയുടെ അടുത്ത എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള ആ ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്? പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ അല്ല, ഒരു യുണീക്കായിട്ട് എനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും അല്ലെങ്കിൽ അത് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ടൊവിനോയുടെയും ഉർവശിയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു കെമിസ്ട്രിയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വന്നേക്കുന്നത്, ഓൺ സ്ക്രീൻ വന്നേക്കുന്നത്. ഇവരുടെ പെർഫോമൻസസും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്തേക്കുന്ന സീൻസും പിന്നെ ഇവരോട് വർക്ക് ചെയ്തപ്പോൾ ഇവരുണ്ടാക്കി രണ്ടുപേരും അന്യോന്യം വർക്ക് ചെയ്ത് വന്നേക്കുന്ന ഇംപ്രവൈസേഷൻസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. അതൊരു പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു. കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും ഒരു USP ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ്. അവർ രണ്ടുപേരും നമ്മൾ വന്നേക്കുന്ന ആ ഒരു പെർഫോമൻസിൽ വന്നേക്കുന്ന അവർ തമ്മിൽ വന്നേക്കുന്ന ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയേക്കുന്നത്. ഒരു ചിത്രീകരണമായിട്ട് അത് മാറുമ്പോൾ ഒരു തിരക്കഥ എത്രമാത്രം അത് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ടോ? ആ ഒരു കഥ കണ്ട രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? ഈ സിനിമ എഴുതുന്ന സമയത്ത് ഞാനും ജോസും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ചുകൊണ്ടാണ് പല സീനുകളും എഴുതിയിട്ടുള്ളത്. ചില സീനുകൾ ജോസ് അഭിനയിക്കും, ഞാൻ കണ്ടിട്ട് എഴുതും. ചിലത് ഞാൻ അഭിനയിക്കും, ജോസ് കണ്ടിട്ട് എഴുതും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയും. അപ്പോൾ നമ്മൾ മനസ്സിൽ പലവട്ടം സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീടത് സ്ക്രീനിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എന്താണ് വിചാരിച്ചത് അതിൻ്റെ ഒരു 5 ഇരട്ടിയിൽ 10 ഇരട്ടി മുകളിലാണ് ഇവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഉർവശി ചേച്ചിയും ടൊവിനോയും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും തന്നിരിക്കുന്നത് അത്രയും നല്ല രീതിയിൽ തന്നെയാണ്. ടൊവിനോ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിരവധി കഥാപാത്രങ്ങൾ ഇങ്ങനെ മാറി ചെയ്യുന്നു. അപ്പോൾ എത്രമാത്രം റിസ്ക് ഉണ്ട് ഇങ്ങനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതും ഒരു വർഷത്തിൽ തന്നെയായിരിക്കും. കഥാപാത്രത്തെ ഉൾക്കൊള്ളാനുള്ള സമയം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെ നോക്കി കാണുന്നു ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കിട്ടുന്നത്? ഭയങ്കര റിസ്ക് ഇല്ല സത്യം പറഞ്ഞാൽ. കാര്യം ഞാൻ ഓരോ സിനിമയും കഴിയുമ്പോൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ ആ സംവിധായകനോടും ആ എഴുത്തുകാരനോടും ചോദിച്ച് മനസ്സിലാക്കുക, ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്തിട്ട് അവരുടെ ഒരു ടൂളായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നടൻ്റെ ധർമ്മവും അത് തന്നെയാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടും ഞങ്ങൾ ഒരുമിച്ചുള്ള ഡിസ്കഷനിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു നമ്മൾ ക്യാരക്ടറിനെ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. നമ്മൾ ഈ ഡിസ്കഷൻ്റെ അവസാനത്തിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ രൂപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് ഇല്ലാതെ തന്നെ ആ ക്യാരക്ടറായിട്ട്
അതായത് ഒരു ക്യാരക്ടറായി മാറുക എന്നിട്ട് ആ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണല്ലോ. അത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളല്ല, ഞാനല്ല അതിനെ ഡിസൈൻ ചെയ്യുന്നത്. അതിനെ എന്താ പറയുക, അതിന് കറക്റ്റ് ഇവരുടെ മനസ്സിൽ ഇവരാണ് അതിനെ കൺസീവ് ചെയ്തത്. ഇവർ പറഞ്ഞു തന്ന അറിവ് എനിക്ക് കഥാപാത്രത്തെ കുറിച്ചുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഞാനാണല്ലോ ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉള്ളൂ. അല്ലെങ്കിൽ അത് റിസ്ക് അല്ല. നമ്മൾ ഒരു സിനിമ തുടങ്ങിയാൽ അത് തീരുന്നവരെയും ഒരു സിനിമ തുടങ്ങിയാൽ അത് തീരുന്നവരെയും നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് തന്നെയായിരിക്കും. പിന്നെ അതിന് ശേഷമാണല്ലോ അടുത്ത കഥാപാത്രമായിട്ട് പോകുന്നത്. അതും ഈ 3-4 ദിവസം കൊണ്ട് നമ്മൾ അതിലേക്ക് മാറാനാണ് ശ്രമിക്കാറ്. എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ സ്വയം വിലയിരുത്താൻ സാധിക്കും? സ്വയം ശരിക്കും പറഞ്ഞാൽ സ്വയമല്ല, അത് പ്രേക്ഷകരുടെ വിലയിരുത്തലുകളാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഞാൻ സ്വയം വിലയിരുത്താനാണെങ്കിൽ സിനിമ ഞാൻ മാത്രമല്ലല്ലോ കാണുന്നത്. അങ്ങനെയല്ല, എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു SWOT അനാലിസിസ് എന്നൊക്കെ പറയുന്ന രീതി ഞാൻ ഇവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇവർ ഓക്കെ ആണോ എന്നുള്ളതാണ്. എന്ത് സീൻ ചെയ്ത് കഴിഞ്ഞാലും ഇവർ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അത് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഉർവശി ചേച്ചി എന്ന് പറയുന്ന ഒരു ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. സായിക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? செகண்ட் மூவி எனக்கு அவங்களோட ஃபர்ஸ்ட் தமிழ்லையும் பண்ணியிருக்காங்க. செகண்ட் மூவி எனக்கு ரொம்ப என்ன சொல்கிறது, மதர் மாதிரி தான். ஷி அட்வைஸ் மே. ரூம்க்கு நான் தனியாக இருக்கேன்னு சொல்லிட்டு என் ரூம்க்கு வருவாங்க, நிறைய பேசுவாங்க, சாப்பாடு ஊட்டி விடுவாங்க. ஷி இஸ் ஸோ സ്വീറ്റ് ആയിട്ട്. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് ഈ ഒരു എൻ്റെ ഉമ്മാൻ്റെ പേര്. അപ്പോൾ സ്വന്തം അമ്മയായിട്ടുള്ള എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ്? അമ്മയെ മിസ് ചെയ്യാറുണ്ടോ മൂവീസിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ? തീർച്ചയായിട്ടും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ മാത്രമല്ല ഫാമിലി. ഞാൻ പ്രത്യേകിച്ച് അമ്മയായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്. ഇളയ കുട്ടി ആയതുകൊണ്ടും പിന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ അമ്മയായിട്ടാണ് അടുപ്പമെന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അമ്മയുടെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ ഏറ്റവും ഹോം സിക്ക് ഞാനായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഇപ്പോൾ ഒട്ടും വീട്ടിൽ നിൽക്കാത്ത ഞാനാണ്. എൻ്റെ ചേട്ടൻ ചേച്ചിയും കുറച്ചും കൂടെ എങ്കിലും വീട്ടിലേക്ക് വരാനും പോകാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്കാണത് ഒട്ടും പറ്റാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, അവർക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ റിസംബ്ലൻസ് ഉണ്ടായിരുന്നു ഈ ഒരു അമ്മയായിട്ട്? ഇല്ല, എൻ്റെ അമ്മ ഒരു ഭയങ്കര പാവ അമ്മയാണ്. ഒരു അമ്മ എന്നുള്ള ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ ഡിസൈഡഡ് ആയിരുന്നു ഉർവശി ചേച്ചി ആണ് അതെന്നുള്ളത്? ആയിഷ എന്നുള്ളൊരു ക്യാരക്ടർ മനസ്സിലാദ്യം ഉർവശി ചേച്ചിയുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അത് ആലോചിക്കുമ്പോൾ